നല്ല പൊരിച്ച കോഴീൻ്റെ ബിരിയാണി. ഉഫ്, അതൊരു വികാരമാണ്. ബിരിയാണി ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവരും ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കി തീരുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും വയറും ഒരുപോലെ നിറയും. നല്ല കല്യാണ വീട്ടിലൊക്കെ ദമ്മ പൊട്ടിച്ച മണമുണ്ടല്ലോ, ആ മണമാണെന്നാണ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ കയറി വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ 1 കിലോ വെയിറ്റ് പറഞ്ഞത്. പിന്നെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബിരിയാണി പീസായിട്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കിയതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ അതിലേക്ക് 1/2 to 3/4 സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തൈര് വേണം, 2 ടീസ്പൂൺ നിറച്ച് നല്ല കട്ടിയായിട്ടുള്ള തൈര്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്താവുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി പണികൾ നോക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിലേക്ക് 5 മീഡിയം സൈസുള്ള സവാളയും 2 തക്കാളിയാണ് വേണ്ടത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനൊരു 10-12 പച്ചമുളകും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കണം. അരക്കല്ല, മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും വേണം. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സമയമെടുക്കുന്ന പരിപാടിയാണ് ചിക്കൻ ഫ്രൈ ചെയ്യലും സവാള ഫ്രൈ ചെയ്യലും. നമ്മളെടുക്കുന്ന 5 സവാളയും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അത് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ ഒഴിച്ചിട്ട് സവാള ഫ്രൈ ചെയ്തെടുക്കാം. 2 ബാച്ചായിട്ടാണ് സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്യാമല്ലോ. സവാള വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കനം കുറച്ച് അരിയാൻ പറയുന്നത്. അതുപോലെ എല്ലാ സവാളയും ഒരേ കനത്തിൽ അരിയാൻ പറയണതും. ഇതിപ്പോൾ പല സൈസിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സവാള പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും, പക്ഷേ ചിലത് വെള്ള കളറായിട്ട് തന്നെ അവിടെ എടുക്കും. ഇതുപോലെ സവാള വഴറ്റുമ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാറില്ല. ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടുമെന്നൊക്കെ പറയും. പക്ഷേ അത്യാവശ്യം ഓയിലുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. പിന്നെ ഓയിലൊക്കെ കുറവാണ് ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനും അല്ലെങ്കിൽ ചില സവാള കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇങ്ങനൊരു കളറായി വരുമ്പോൾ അപ്പം തന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൊരിയിച്ച് ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ കണ്ടോ, ചില സവാള വേറെ സൈസ് ആയതുകൊണ്ട് അതൊക്കെ വെള്ള കളറിലായിട്ടാണ് കിട്ടണത്. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി പുറത്തിരുന്നിട്ട് ഇത് മൊരിയും. ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കണം, എന്നാലാണത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവി അടിച്ചിട്ട് എല്ലാം തളർന്ന പോലെ ആയിപ്പോവും. അടുത്ത ട്രിപ്പ് സവാളയും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത സവാള അത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെ അടുത്ത ഫ്രൈ ആയി വന്നിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേ ഓയിലിൽ തന്നെ നമുക്കിനി കാഷ്യൂസ് വറുത്തെടുക്കണം. കാഷ്യൂസും കിസ്മിസും ആഡ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂസ് മാത്രമാണ് കേട്ടോ എടുക്കണേ. കാഷ്യൂസ് ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിൽ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വറക്കുമ്പോഴും ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മുരിഞ്ഞ് പുറം ഭാഗമൊക്കെ നല്ലോണം കരിഞ്ഞ് കിട്ടും, എന്നാൽ ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. പിന്നെ ചിക്കൻ ഭയങ്കര ഹാർഡായിപ്പോവും. സിമ്മിലിട്ടിട്ട് വേവിക്കാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, പുറം ഭാഗം ഒന്നും മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഉള്ളിൽ നല്ല ജ്യൂസിയും സോഫ്റ്റായിട്ടും എന്നാൽ പുറം ഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിയും ഈ ചിക്കനും കൂടെ നല്ലോണം മിക്സായിട്ട് നല്ലൊരു മസാല കിട്ടും. ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയും ചിക്കനും മിക്സ് ആവാണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഓയിൽ ബാക്കി ഉണ്ടാവും. ഈ ഓയിലൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഈ ഓയിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എൻ്റെ ഈ പാത്രം നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ ആദ്യം സവാളയാണല്ലോ വറുത്തത്, അപ്പോൾ സവാളേൻ്റെ ഒരു മുരിപ്പൊക്കെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിക്കൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഓയിൽ ഞാൻ എടുത്തില്ല, പിന്നെ അതങ്ങനെ കളയുക ചെയ്തത്. നല്ല ഹാർഡ് ആവാണ്ട് നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പുറമെ നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ജ്യൂസിയും ഒക്കെയാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറാണ് എടുത്തേക്കണേ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വരുമ്പോൾ ഒരു 4 പീസ് കറുവപ്പട്ട, 4 ഏലക്ക, 5-6 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓയിൽ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏലക്കയൊക്കെ ഇടുമ്പോഴേക്കും കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അരി ചേർക്കണം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുക്കണേ. 1 കിലോ അരി 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞ് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചു. ആ ഡ്രെയിൻ ചെയ്ത അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇതിലൊരു തുള്ളി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല.
ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതുപോലെ നല്ലോണം ഇളക്കിയെടുത്താൽ മതി. ഇതേ സമയത്ത് തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം. ചൂടാവല്ല, നല്ലോണം തിളയ്ക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ചെറുനാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം, എന്നാലാണ് അരി വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിൻ്റെ പ്രഷറൊക്കെ പോണ ഗ്യാപ്പിൽ നമുക്കിനി മസാല റെഡിയാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം മുരിയിച്ചെടുക്കണം. പച്ചമണം മാറിയ പോരാ, ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം, എന്നാൽ കരിയാനും പാടില്ല. ഈ ഒരു പരിവായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കുക. അത് കഴിയുമ്പോൾ പാത്രം അടച്ച് വെച്ചിട്ട് സിമ്മിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് തുറക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തക്കാളി കിട്ടിയിട്ടുണ്ടാവും. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കേണ്ടത്. 1 പിടി സവാള മാത്രം മാറ്റി വയ്ക്കുക. ബാക്കി എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ 1 പിടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ദമ്മിടുമ്പോൾ നമുക്ക് മേലെ ഇടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ സവാളയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഇനി തൈര് വേണം. 2 ടേബിൾ സ്പൂൺ നിറച്ച് നല്ല കട്ട തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ തൈരിൻ്റെ ടേസ്റ്റ് ബിരിയാണിയിലത്തെ ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. ചില തൈരൊക്കെ വേറൊരു ടേസ്റ്റും അതുപോലെ ഭയങ്കര പുളിയൊക്കെ ആയിരിക്കില്ലേ. ആ തൈര് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. നല്ല അധികം പുളിയില്ലാത്ത നല്ലൊരു ക്രീമി ടേസ്റ്റുള്ള തൈരാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഗരം മസാലയും ചേർക്കുക. വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. 1 ടീസ്പൂൺ നിറച്ചും ഗരം മസാല ചേർക്കണം. മസാല ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ സമയമെടുത്ത് സാവധാനത്തിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴാണ് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ മസാലേൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വരുള്ളൂ. മസാല ആയ സമയം കൊണ്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച ഓയിലും നെയ്യൊക്കെ റൈസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും കുക്കറിലായതുകൊണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ റൈസും എന്നുള്ള ആവി അടിച്ചിട്ട് റൈസിൻ്റെ ടെക്സ്ചർ ശരിക്കും ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിടാം. ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് റൈസും കൂടി ഇടാനുള്ള സ്പേസ് വേണം. അല്ലെങ്കിൽ പിന്നെ ഇനി പാത്രം മാറ്റാനൊക്കെ നിൽക്കേണ്ടി വരും. ഈ ചിക്കൻ്റെ മീതെ റൈസ് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടിങ്ങനെ പരത്തി കൊടുക്കുക. അങ്ങനെ മൊത്തം റൈസും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മീതെയായിട്ട് ഒരു കളറിനും ഫ്ലേവറിനും ഒക്കെ ആയിട്ടൊരു സാധനം ചേർക്കുന്നുണ്ട്. 5 ടീസ്പൂൺ പച്ചപ്പാലെടുക്കുക. തിളപ്പിക്കാത്ത സാധാരണ പാലെടുക്കുക. അതിലൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു 1/4 സ്പൂൺ ഗരം മസാല വിതറി കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും കാഷ്യൂസും ഒക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അരമണിക്കൂർ വയ്ക്കാൻ സമയമില്ലെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. ബിരിയാണി സെർവ് ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ചൂടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റെങ്കിലും അങ്ങനെ അടച്ചു വയ്ക്കാൻ പറയണേ. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ഇതുപോലെ മാത്രമേ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുള്ളൂ. അത്രയും കിടിലൻ ടേസ്റ്റാണ്. റൈസൊക്കെ നല്ലപോലെ വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനെടുത്ത പാത്രം കറക്റ്റ് ഈ അരി കൊള്ളുന്ന വലുപ്പമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇളക്കി മറിക്കാനുള്ള സ്പേസ് അതിലുണ്ടായിരുന്നില്ല. മീതെ നിന്നുള്ള ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മസാലയും കൂടെ ഇളക്കുകയാണ് ചെയ്തത്. ഇനി മസാലയും അതിൻ്റെ മേലെ റൈസും ഒക്കെ ആയിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം. ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ പറ്റില്ല. അത്രയ്ക്കും ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ പൊരിച്ച കോഴി ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്